prayer is an important thing in any religion. ഏത് മതത്തിലും പ്രാർത്ഥന ഒരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. Don't think that Christianity is the only religion where people pray. ഒരിക്കലും ചിന്തിക്കരുത് ക്രിസ്ത്യ മതത്തിൽ മാത്രമാണ് ആളുകൾ പ്രാർത്ഥിക്കുന്നത് എന്ന്. No, അങ്ങനെയല്ല. The Hindus pray. ഹിന്ദുക്കൾ പ്രാർത്ഥിക്കാറുണ്ട്. The Muslims pray. മുസ്ലിം മതത്തിലുള്ളവർ പ്രാർത്ഥിക്കാറുണ്ട്. The Buddhists pray. ബുദ്ധ മതത്തിലുള്ളവർ പ്രാർത്ഥിക്കാറുണ്ട്. Almost every religion has prayer. എല്ലാ മതത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. Because people believe prayer is a communication with God. കാരണം എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ദൈവവുമായി ബന്ധപ്പെടുവാനുള്ള ഒരു കാര്യമാണ് പ്രാർത്ഥന. Bible teaches a lot about prayer. പ്രാർത്ഥനയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം അനേക കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. Jesus himself spent hours in prayer. മണിക്കൂറുകൾ യേശു പ്രാർത്ഥനയിൽ ചെലവഴിച്ചതായി നമ്മൾ കാണുന്നു. Bible says he spent whole night in prayer. ഒരു മുഴു രാത്രിയും യേശു ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതായി നമ്മൾ വായിക്കുന്നു. And every now and then Jesus separates himself and used to pray. ഇടയ്ക്കിടയ്ക്ക് യേശു ദൈവസന്നിധിയിൽ കടന്നു നിന്ന് പ്രാർത്ഥിച്ചതായി ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. Garden of Gethsemane was one of the places that Jesus used to take to go and pray. ഗെത്സമനെ തോട്ടമായിരുന്നു യേശു ഇടയ്ക്കിടയ്ക്ക് പോയി പ്രാർത്ഥിപ്പാനായി തിരഞ്ഞെടുത്ത ഒരു സ്ഥലം. In the Bible we can see many people who prayed. വേദപുസ്തകത്തിൽ അനേകർ പ്രാർത്ഥിച്ചതായി നമ്മൾ കാണുന്നുണ്ട്. In the epistles we read the prayers of Paul. ലേഖനങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചതായി നമ്മൾ കാണുന്നു. Now one time he prayed, Jesus, I would like to be a partaker of your suffering. ഒരിക്കൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, നിന്റെ കഷ്ടാനുഭവങ്ങളുടെ പങ്കാളിയായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിപ്പാനിടയായി. And he had prayed for the churches also. സഭകൾക്ക് വേണ്ടിയും അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതായി കാണുന്നു. I don't know how many prayers are written in the Bible. എത്ര പ്രാർത്ഥനകളാണ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എനിക്കറിയില്ല. But most of the saints of God prayed. അനേക ദൈവഭക്തന്മാർ പ്രാർത്ഥിച്ചതായി നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നു. And the disciples of John the Baptist used to fast and pray a lot. യോഹന്നാന്റെ ശിഷ്യന്മാരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. That's why the disciples of Jesus asked Jesus, teach us how to pray. അതുകൊണ്ടാണ് ഒരിക്കൽ യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന്. And Jesus taught us how to pray. യേശു ശിഷ്യന്മാർക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുവാനിടയായി. So prayer is an important element in any religion. അതുകൊണ്ട് ഏതൊരു മതത്തിലും പ്രാർത്ഥന വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. Especially in Christian life, prayer is very important. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥന വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. This morning this will be a series that we will be thinking. I will be taking some people from the Bible who did some extraordinary prayers. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഈ കാര്യം ഞാൻ തുടർമാനമായി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം അസാധാരണമായ പ്രാർത്ഥന പ്രാർത്ഥിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. Unusual prayers of some people in the Bible. അസാധാരണമായ പ്രാർത്ഥന പ്രാർത്ഥിച്ച ചില വ്യക്തികൾ. They were ordinary people but they had unusual prayer life. അവർ സാധാരണക്കാരായിരുന്നു, എന്നാൽ അസാധാരണമായ പ്രാർത്ഥനയാണ് അവർ പ്രാർത്ഥിച്ചത്. There are short prayers in the Bible, long prayers in the Bible. ദൈവത്തിന്റെ വചനത്തിൽ ഏറ്റവും ചുരുങ്ങിയ പ്രാർത്ഥനകൾ, ചുരുക്കവാക്കുകൾ കൊണ്ട് ഉള്ള പ്രാർത്ഥനയുണ്ട്, വലിയ നീണ്ട പ്രാർത്ഥനകളുമുണ്ട്. Pharisees used to pray for long time. പരീശന്മാർ ഇരുന്ന് കുറേ ദീർഘമായി പ്രാർത്ഥിക്കും. You know, because they know how to pray very long. കാരണം അവർക്ക് അറിയാമായിരുന്നു എങ്ങനെ അത്രയും ദീർഘമായി പ്രാർത്ഥിക്കാമെന്ന്. They wanted to show off their prayer life to the people. കാരണം അവരുടെ പ്രാർത്ഥനാ ജീവിതം മറ്റുള്ളവർ അറിയണം, കാണണമെന്ന് വളരെ താല്പര്യമാണ് അവർക്ക്. So there are different types of prayers in the Bible. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ അനേക പ്രാർത്ഥനകളുണ്ട്. But I would like to look into some people's life, and ordinary people, maybe some of them are even inferior to us, but they did some extraordinary prayers in their life. സാധാരണക്കാരായ ചിലരൊക്കെയും അസാധാരണമായ പ്രാർത്ഥന പ്രാർത്ഥിച്ച ചില വിവരങ്ങൾ അല്ലെങ്കിൽ ചില സംഭവങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. Let me tell you something. ഞാനൊരു കാര്യം പറയട്ടെ. An ordinary prayer will bring only ordinary things. ഒരു സാധാരണ പ്രാർത്ഥന ഒരു സാധാരണ കാര്യമേ നമുക്ക് നൽകുകയുള്ളൂ. But if you have an extraordinary prayer or an unusual prayer life, എന്നാൽ പ്രാധാന്യമർഹിക്കുന്ന അല്ലെങ്കിൽ അസാധാരണമായ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ that will bring unusual answers. അത് നമുക്ക് അസാധാരണ
അസാധാരണമായ ഉത്തരത്തെ നൽകുന്നതായിരിക്കും. That will bring supernatural power. അത് അമാനുഷികമായ ദൈവിക ശക്തി നമുക്ക് നൽകി That തരുന്നതായിരിക്കും. will bring unusual answers in your life. നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായ ഉത്തരങ്ങൾ നൽകുന്നതായിരിക്കും. This morning I would like to call your attention to the first book of Samuel, chapter 1. 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് 1-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. There you will see an ordinary woman who did an extraordinary prayer. അവിടെ ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ അസാധാരണമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതായി നമ്മൾ കാണുന്നു. Her name is Hannah. അവളുടെ പേര് ഹന്ന എന്നാണ്. Oh, you already said we know who Hannah is, and we have heard so many messages about Hannah. നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം, ഹന്നെ എനിക്കറിയാം, അവൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെക്കുറിച്ചും അറിയാം, അനേക പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന്. Let me tell you something. She was an ordinary woman. എന്നാൽ ഒരു കാര്യം പറയട്ടെ, അവൾ സാധാരണക്കാരിയായ ഒരു വ്യക്തിയായിരുന്നു. An ordinary housewife. സാധാരണ കുടുംബിനി. We won't even invite her for our special programs. പ്രത്യേകമായ വിശേഷമായ എന്ത് പരിപാടിക്കും നമ്മൾ അവളെ വിളിക്കുക പോലും ചെയ്യില്ല. Because she is inferior to our standard. കാരണം അവൾ മറ്റുള്ളവരിൽ നിന്നും നമ്മുടെ നിലവാരത്തിന് താണ ഒരു വ്യക്തിയെ നമ്മൾ കരുതുന്നു. First let us think about who this woman is. ഈ സഹോദരി ആരാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. I have some points. I have something to tell about her. അവളെ കുറിച്ച് പറയുവാൻ ചില കാര്യങ്ങൾ എൻ്റെ പക്കലുണ്ട്. Number 1, she is the wife of Elkanah. എൽക്കാന എന്ന ഒരു വ്യക്തിയുടെ ഭാര്യയായിരുന്നു അവൾ. She is a housewife. സാധാരണ കുടുംബിനി, A normal woman. സാധാരണ ഒരു വ്യക്തി, Just like many of you. നിങ്ങൾ പലരെ പോലെ. She is not a woman of faith. വളരെ വിശ്വാസത്തിൽ തീക്ഷ്ണതയുള്ള അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. She is not a prophetess. അവൾ ഒരു പ്രവാചകിയുമായിരുന്നില്ല. Her name is not mentioned in the book of Hebrews where all the heroes of faith are mentioned. വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ അവളുടെ പേര് ഉൾപ്പെടുത്തപ്പെട്ടില്ല. She is an ordinary woman. അവൾ സാധാരണ ഒരു വ്യക്തി, Just like ordinary housewife. ഒരു സാധാരണ കുടുംബിനി. There is nothing special to think about her, special to say about her. അവളെ കുറിച്ച് പറയുവാൻ വിശേഷമേറിയതായി ഒന്നും തന്നെയുമില്ല. Secondly, she comes from the country of Ephraim. അടുത്ത് അവൾ എഫ്രൈം പട്ടണത്തിൽ നിന്ന് വന്നവളാണ്. Ephraim is not a big city in those days. ആ ദിവസങ്ങളിൽ എഫ്രൈം വലിയ പട്ടണമായിരുന്നില്ല. It's a hilly place. മലനാടായിരുന്നു. Not much. No cities are there in Ephraim. എഫ്രൈമിൽ വലിയ പട്ടണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. Not much educated place. വളരെ വിദ്യാസമ്പന്നരായ ആളുകളെ കൊണ്ട് നിറഞ്ഞ പട്ടണവുമായിരുന്നില്ല. Because that was not at all a prominent place in those days. കാരണം ആ സമയത്തൊന്നും എഫ്രൈം പട്ടണം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്ഥലമായിരുന്നില്ല. There was nothing to attract people over there. ജനത്തെ ആകർഷിപ്പിക്കാൻ തക്ക വിശേഷതയേറിയ ഒരു So പട്ടണമായിരുന്നില്ല. she came from such a remote village. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ദൂരദേശത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒതുങ്ങിയ സ്ഥലത്ത് നിന്നാണ് അവൾ വന്നത്. A hilly place, a hilly station. ഒരു മലനാട്ടിൽ നിന്നാണ് അവൾ വന്നത്. So there is nothing fascinating, so educated, so glamorous about her to tell about. അതുകൊണ്ട് അവൾക്ക് അവളുടെ പട്ടണത്തെ കുറിച്ച് പറവാനായിട്ട് വളരെ സംസ്കാര രീതിയിലോ അല്ലെങ്കിൽ ഏതൊരു വിദ്യാഭ്യാസ തരത്തിലോ ഉന്നതമായ ഒന്നും പറവാൻ തന്നെ അവൾക്കുണ്ടായിരുന്നില്ല. Thirdly, she came from the tribe of Ephraim. എഫ്രൈം ഗോത്രത്തിൽ നിന്നാണ് അവൾ കടന്നു വന്നത്. The tribe of Ephraim is not such a good tribe. എഫ്രൈം ഗോത്രം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നായിരുന്നില്ല. Ephraim was born to Joseph. എഫ്രൈം യോസഫിന്റെ മകനായിരുന്നു. Ephraim and Manasseh are the two sons of Joseph. യോസഫിന്റെ രണ്ട് മക്കളുടെ പേരാണ് എഫ്രൈം മനോസയും. Joseph married a girl outside the tribes of Israel. ഇസ്രായേലിന്റെ ഗോത്രത്തിൽ നിന്ന് പുറമേ ജാതിയിൽ നിന്ന് വിവാഹം കഴിച്ചവനാണ് എഫ്രൈം. Joseph married a Gentile woman. ജോസഫ് വിവാഹം കഴിച്ചത് ഒരു ജാതിക സ്ത്രീയെയായിരുന്നു. So these children were born from a Gentile root. അതുകൊണ്ട് ഈ കുട്ടികൾ ജനിച്ചത് ഒരു ജാതിക കുടുംബത്തിൽ നിന്നാണ്. So they were not well accepted with the rest of the tribes. അതുകൊണ്ട് മറ്റു ഗോത്രക്കാർ ഇവരെ തങ്ങൾക്ക് തുല്യമായി ബഹുമാനിച്ചിരുന്നില്ല. Finally they were forced to accept Joseph and Manasseh and Ephraim because Joseph was the bread giver for all the people. യോസഫ് അവരുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭക്ഷണം നൽകുന്ന ക്ഷാമകാലത്തിൽ പോഷിപ്പിക്കുന്നവനായി തീർന്നതുകൊണ്ട് കുടുംബത്തിലുള്ള മറ്റുള്ള സഹോദരന്മാർ ഇവനെ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. Even from the younger days, Joseph was always put out of their company.
ചെറുപ്രായത്തിൽ തന്നെ ജോസഫിനെ സഹോദരന്മാർ അവരുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. They wanted to destroy him and kill him. അവനെ എങ്ങനെയും നശിപ്പിച്ച് കൊല്ലുവാനായിട്ട് അവർ ശ്രമിച്ചിരുന്നു. But because God's hand was on Joseph, Joseph was survived in all these situations. എന്നാൽ ദൈവത്തിന്റെ കരം യോസഫിന് അനുകൂലമായിരുന്നത് കൊണ്ട് അവൻ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിച്ച് ജീവനോടെ ശേഷിച്ചു. Finally, he married a Gentile woman. അങ്ങനെ യോസഫ് അവസാനമായി ഒരു ജാതീയ സ്ത്രീയെ വിവാഹം കഴിച്ചു. And 2 kids were born to him. ആ 2 കുട്ടികൾ അവന് ജനിച്ചു. Ephraim and Manasseh were the 2 children born to them. എഫ്രൈമും മനോശയും അവന് വേണ്ടി ജനിച്ചു. So their tribe, they were not well accepted and in the community. അതുകൊണ്ട് ആ സമൂഹത്തിൽ അവർ വളരെ നല്ല രീതിയിൽ അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. And the next point what we see about this woman is സഹോദരിയെ കുറിച്ച് കാണുന്ന അടുത്ത കാര്യം, she was the second wife of Elkanah. എൽക്കാന എന്ന വ്യക്തിയുടെ 2ാമത്തെ ഭാര്യയായിരുന്നു അവൾ. Oh, that's not a good position in a family. ഒരു കുടുംബത്തിൽ ഒരു നല്ല സ്ഥാനമല്ല അത്. The second wife of a man. ഒരു മനുഷ്യന്റെ 2ാമത്തെ ഭാര്യ. Nobody even want to accept her in the community. സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുവാൻ പോലും താല്പര്യമില്ലാത്ത ഒരു വ്യക്തി. Look into her life a little bit more. വീണ്ടും അവളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. She was also barren. അവൾ മച്ചിയായിരുന്നു. Verse 7 says, 7ാം വാക്യം പറയുന്നു, irrespective of all these shortcomings in her life, ഈ പറയപ്പെട്ട എല്ലാ പോരായ്മകളും അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എങ്കിലും, മലയാളത്തിൽ പറഞ്ഞ കൂനുമ്മ കുരു എന്ന പോലെ അവൾ മച്ചിയും കൂടായി പോരെ. No, God didn't give her any children. ദൈവം അവൾക്കൊരു പൈതലിനെ അനുവദിച്ചിരുന്നില്ല. In Jewish concept and Jewish mentality, if somebody is without children, she is a cursed woman. God's curse is upon her. യഹൂദ സംസ്കാരം അനുസരിച്ച് ഒരു സഹോദരിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് കുട്ടികളില്ല എങ്കിൽ അവരെ നികൃഷ്ടമായ അല്ലെങ്കിൽ മോശമായി കണ്ടിരുന്ന താഴ്ന്ന രീതിയിൽ കണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു. Because they believed that even God has forsaken her. കാരണം അവർ ചിന്തിച്ചിരുന്നത് ദൈവം പോലും അവളെ കൈവിട്ടു എന്ന നിലയിലാണ്. There is every reason to think like that. അങ്ങനെ ചിന്തിപ്പാൻ എല്ലാ കാരണങ്ങളുമുണ്ട്. Because she is the second wife. അവൾ 2ാമത്തെ ഭാര്യ. So there is every reason to believe that even God has forsaken her. ദൈവം പോലും അവളെ കൈവിട്ടു എന്ന് ചിന്തിക്കുവാനുള്ള കാരണമുണ്ട്. The next thing what we see about her is, അവളെക്കുറിച്ച് കാണാവുന്ന അടുത്ത കാര്യം, there was somebody in her house called Peninnah always tried to put her in shame and remind her about her failures in life. ജീവിതത്തിന്റെ പരാജയങ്ങളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചും എപ്പോഴും അവളെ ഓർമ്മപ്പെടുത്തുവാനായി അവളുടെ കുടുംബത്തിൽ തന്നെ പെനീന എന്ന മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. There was a rivalry in her life. അവൾക്ക് ജീവിതത്തിൽ ഒരു പ്രതിയോഗി ഉണ്ടായിരുന്നു. Always there was a rivalry. എപ്പോഴും ഒരു പ്രതിയോഗി. Peninnah found joy in hurting her. അവളെ ഹന്നയെ വേദനിപ്പിക്കുന്നതിൽ പ്രതിയോഗിയായ പെനീനയ്ക്ക് സന്തോഷമുണ്ടായിരുന്നു. And at the same time God kept on blessing Peninnah. അതേ സമയത്ത് ദൈവം പെനീനയെ അനുഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. Give her more children. എപ്പോഴും കുട്ടികളെ കൊടുത്തുകൊണ്ടേയിരുന്നു. And she is, the more she persecuted Hannah, God started blessing her. അവൾ ഹന്നെ എത്രമാത്രം പീഡിപ്പിച്ചു അതനുസരിച്ച് അവൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടുമിരുന്നു. So outwardly when we look into their life, God is always with Peninnah. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും ദൈവം പെനീനയുടെ പക്ഷത്താണെന്ന്. God blesses her with children. കുട്ടികളെ നൽകിക്കൊണ്ട് ദൈവം പെനീനയെ അനുഗ്രഹിക്കുന്നു. And closed the womb of Hannah. ഹന്നയുടെ ഗർഭപാത്രം അടയ്ക്കുകയും ചെയ്തു. So in socially she is a cursed woman. സമൂഹത്തിൽ നോക്കുമ്പോൾ അവൾ ശപിക്കപ്പെട്ട ഒരു സഹോദരിയായിരുന്നു. From a religious point of view, she is a cursed woman. മതപരമായി നോക്കിയാലും അവൾ ശപിക്കപ്പെട്ടവളായിരുന്നു. In every sense, she is a cursed woman. എല്ലാ രീതിയിലും അവൾ ശപിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. But there are some good points in her also. എന്നാൽ ചില നല്ല കാര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. What was that one? അതെന്താണ്? She was well taken care by her husband. തന്റെ ഭർത്താവാൽ വളരെ കരുതപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. She was well taken care by her husband. തന്റെ ഭർത്താവ് ഹന്നയുടെ ഭർത്താവ് അവളെ വളരെ നല്ല രീതിയിൽ കരുതിയിരുന്നു. Elkanah loved her like anything. എൽക്കാന തന്റെ ഭാര്യയായ ഹന്നയെ വളരെ സ്നേഹിച്ചിരുന്നു. Blessed her with a double portion. ഇരട്ടി പങ്ക് കൊടുത്തുകൊണ്ട് അവളെ മാനിച്ചിരുന്നു. So financially speaking, she was in a well-to-do setup. സാമ്പത്തികമായി നോക്കുമ്പോൾ അവർ നല്ല ഒരു സ്ഥാനത്തായിരുന്നു. And
physically she is in a well-to-do setup. ഭൗതികമായും അവൾ നല്ല രീതിയിലായിരുന്നു. She had a husband who takes care of very well. തന്റെ ഭർത്താവ് തന്നെ നന്നായി കരുതിയിരുന്നു. Meets all her needs. അവളുടെ എല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റിയിരുന്നു. Takes her wherever he goes. അവൻ പോകുന്നിടത്തൊക്കെ അവളെ കൊണ്ടുപോയിരുന്നു. She had all those blessings in her life. അങ്ങനെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. But she was in great pain. എന്നാൽ അവളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൾ വളരെ മനോവ്യസനമുള്ള സ്ത്രീയായിരുന്നു. She was called as a woman of sorrow and shame. ദുഃഖത്തിന്റെയും നിന്ദയുടെയും ആ ഒരു സ്ത്രീയാണെന്ന് ജനം അവളെ പറഞ്ഞിരുന്നു. She was called and stamped as a woman of sorrow and shame. മനോവ്യസനമുള്ള ഒരു സ്ത്രീ എന്നാണ് ഹന്ന അറിയപ്പെട്ടിരുന്നത്. There was something that bothers her all these days. ഈ ദിവസങ്ങളിലൊക്കെയും അവളെ ഭാരപ്പെടുത്തിയിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. There was an unanswered prayer in her life. അവളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉത്തരം ലഭിക്കാത്ത ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. I don't think she never prayed for her needs. അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൾ ഒരിക്കലും പ്രാർത്ഥിച്ചില്ല എന്ന് ഞാൻ പറയുകയില്ല. Bible very clearly says that every time she went to Shiloh, she prayed for her need. ശിലോമിൽ പോയിരുന്ന എല്ലാ പ്രാവശ്യം തന്നെ അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. She cried unto the Lord about her need. അവളുടെ തന്റെ ആവശ്യങ്ങളെ അവൾ ദൈവത്തോട് അറിയിച്ചിരുന്നു. But the days went on, the years went on. എന്നാൽ വർഷങ്ങൾ നീങ്ങിക്കൊണ്ടേയിരുന്നു. She continued to live in that barrenhood. എന്നാൽ അവൾ മച്ചിയായി തന്നെ തുടർന്നും ജീവിപ്പാനിടയായി. There was an unanswered prayer in her life. അവളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉത്തരം ലഭിക്കാത്ത ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. Maybe some of you have unanswered prayer in your life. ഒരുപക്ഷേ നിങ്ങൾ ചിലർക്ക് ഇങ്ങനെ ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. For many years you have prayed for that issue. ആ പ്രശ്നത്തിന് വേണ്ടി നിങ്ങൾ അനേക വർഷങ്ങൾ തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. You fasted for that. അതിനുവേണ്ടി ഉപവസിച്ച വ്യക്തിയായിരിക്കാം. You shared this need with many people. അനേകരോട് ഈ പ്രാർത്ഥന ആവശ്യം നിങ്ങൾ പറഞ്ഞു കാണും. You consulted many prophets. അനേക പ്രവാചകന്മാരെ സമീപിച്ചു കാണും. You fasted many weeks and many years. അനേക ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും നിങ്ങൾ ഇതിനു വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്നേക്കാം. That prayer is not yet answered. എന്നാൽ ആ പ്രാർത്ഥന ഇന്നുവരെ നിങ്ങൾക്ക് മറുപടി നൽകിയിട്ടില്ല. That one particular thing God has never answered. ആ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ദൈവം ഇതുവരെ നിങ്ങൾക്കൊരു മറുപടി തന്നിട്ടില്ല. Dear brothers and dear sisters, let me ask you something. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. You may be that person who lives with an unanswered prayer. ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനയുമായി ജീവിക്കുന്ന വ്യക്തി നിങ്ങളായിരിക്കാം. You might have questioned many times why God is not answering this prayer. ഒരുപക്ഷേ നിങ്ങൾ ദൈവത്തോട് ചോദിച്ചു കാണും, കർത്താവേ എന്തുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് അങ്ങ് ഉത്തരം നൽകുന്നില്ല എന്ന്. Why God is not answering this prayer? എന്തുകൊണ്ട് ദൈവം ഈ പ്രാർത്ഥനയ്ക്ക് എനിക്ക് ഉത്തരം നൽകുന്നില്ല? She might have thought like this. Maybe this may be the will of God about me. ഒരുപക്ഷേ അവൾ ഇങ്ങനെ ചിന്തിച്ചിരുന്നേക്കാം, ഇത് ദൈവഹിതമായിരിക്കും എന്നെ കുറിച്ചുള്ളത്. Maybe this may be the plan of God that I should live the rest of my life without a child. ഒരു പൈതലില്ലാതെ ഞാൻ ജീവിതകാലം മുഴുവൻ ജീവിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമായിരിക്കാം എന്ന് അവൾ ചിന്തിച്ചേക്കാം. Maybe this is my fate. What can I do? ഇതെന്റെ തലയെഴുത്തായിരിക്കാം, അല്ല വിധിയായിരിക്കാം എന്ന് ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. There was an unanswered prayer in the life of Hannah. ഹന്നയുടെ ജീവിതത്തിൽ ഒരിക്കലും ഉത്തരം ലഭിക്കാത്ത ഒരു പ്രാർത്ഥന ആവശ്യമുണ്ടായിരുന്നു. Many of us have the same type of issues. നമ്മളിൽ പലർക്കും ഇതുപോലെ ഉള്ള ഒരു കാര്യങ്ങൾ ഉണ്ടായിരിക്കും. We serve the Lord very sincerely. വളരെ ആത്മാർത്ഥതയോട് ദൈവത്തെ നമ്മൾ സേവിച്ചവരാണ്. We went to the church very sincerely. ആരാധനാലയത്തിൽ ആത്മാർത്ഥമായി നമ്മൾ കടന്നു നിന്നു. We gave to the Lord very sincerely. ദൈവത്തിന് വേണ്ടി മനസ്സോടുകൂടെ നമ്മൾ കൊടുത്തു. We obeyed everything what we know. നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് വേണ്ടി ചെയ്തു. But certain prayers are not yet answered. എന്നാൽ ചില പ്രാർത്ഥനകൾക്ക് ഇതുവരെയും ഉത്തരം And ലഭിച്ചിട്ടില്ല. there is no answer also. God doesn't even tell anything about that. അതിനെക്കുറിച്ച് ഒരു ഉത്തരവും ഒരു രീതിയിലും ദൈവം നമ്മളോട് പറഞ്ഞിട്ടുമില്ല. This morning, if you are that person living with an unanswered prayer, അങ്ങനെ ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനയുമായി ജീവിക്കുന്ന വ്യക്തി നിങ്ങളാകുന്നുവെങ്കിൽ the Spirit of God is speaking to you this morning. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. Never give up. ഒരിക്കലും വിട്ടുകൊടുക്കരുത്. Never give up. ഒരിക്കലും മതിയാക്കരുത്. Your time is coming. ദാ സമയം അടുത്തു വരുന്നു. God has not forgotten you. ഒരിക്കലും ദൈവം നിങ്ങളെ മറന്നു He will കളഞ്ഞിട്ടില്ല. never leave you nor forsake you. അവൻ ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല.
കൈവിടുകയില്ല, He is ഉപേക്ഷിക്കുകയുമില്ല. an almighty അവൻ God. സർവശക്തനായ ദൈവമാണ്. He will do and he can do it. അവന് ചെയ്യുവാൻ കഴിയും, അവൻ ശക്തൻ തന്നെ. That is the life of Hannah proves over here. അതാണ് ഹന്നയുടെ ജീവിത ചരിത്രം നമ്മളെ തെളിയിക്കുന്നത്. Every time she was mocked by Penina, പെനിനയാൽ അവൾ ഓരോ പ്രാവശ്യവും പരിഹസിക്കപ്പെടുമ്പോഴൊക്കെയും, every time she was being wounded by her, അവളാൽ മുറിവേൽപ്പിക്കപ്പെടുന്ന സമയത്തൊക്കെയും she was not ready to give up. ഒരിക്കലും അവൾ വിട്ടുകൊടുപ്പാൻ She മനസ്സായില്ല. was not ready to give up. ഒരിക്കലും വിട്ടുകൊടുപ്പാൻ അവൾ മനസ്സായില്ല. Bible says വേദപുസ്തകം പറയുന്നു, every year she will go to Shiloh. എല്ലാ വർഷം തോറും അവൾ ശീലോവിൽ പോകുമായിരുന്നു. Every year she will go there. വർഷം തോറും അവൾ ശീലോവിൽ പോകും. Pray to the God ദൈവത്തോട് അവൾ പ്രാർത്ഥിക്കും. and come back with an unanswered prayer. മടങ്ങി ഭവനത്തിലേക്ക് വരുമ്പോൾ ഉത്തരം ലഭിക്കാത്ത This പ്രാർത്ഥനയുമായി morning കടന്നു the വരും. Holy Spirit says, ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, maybe even the last Sunday when you came here and you prayed about that issue, ഒരുപക്ഷെ കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ വന്നപ്പോഴും ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കടന്നുപോയവരായിരിക്കാം. even last Friday you came over here and prayed for that issue. കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾ കടന്നു വന്നപ്പോൾ ആ പ്രശ്നത്തിന് വേണ്ടി നിങ്ങൾ You പ്രാർത്ഥിച്ചവരായിരിക്കാം. went back with an unanswered prayer. ഒരിക്കലും ഉത്തരം ലഭിക്കാതെ തന്നെ നിങ്ങൾ ആ പ്രാർത്ഥനാവശ്യവുമായി You went മടങ്ങിപ്പോയവരായിരിക്കാം. back with an unanswered prayer. You went back with an unanswered prayer. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ നിങ്ങൾ പോയി കാണും. Your enemy is mocking at you now. ഒരുപക്ഷെ നിങ്ങൾ പ്രതിയോഗി നിങ്ങളെ നോക്കി കളിയാക്കുകയായിരിക്കും. Even the family members are mocking at you. കുടുംബത്തിലുള്ളവരും മറ്റുള്ളവരും നിങ്ങളെ പരിഹസിക്കുന്നുണ്ടാവും. Even those who dine with you are mocking at you. നിന്നോടുകൂടെ ഭക്ഷണം കഴിക്കുന്നവരും നിന്നെ കളിയാക്കിയേക്കാം. Even the people who has to encourage you are mocking at you. നിന്നെ പ്രോത്സാഹിപ്പിക്കേണ്ടവരും നിന്നെ ഒരുപക്ഷെ പരിഹസിച്ചേക്കാം. They are questioning you. അവർ നിന്നെ ചോദ്യം They are ചെയ്യുന്നുണ്ടാവും. asking you why should you go again and again? Your God hasn't done anything for you. ദൈവം നിനക്ക് വേണ്ടി ഉത്തരം നൽകിയില്ല, ഒന്നും ചെയ്തു തന്നിട്ടുമില്ല, എന്നിട്ടും എന്തുകൊണ്ട് നീ വീണ്ടും വീണ്ടും പോകുന്നു എന്ന് ചോദിച്ചേക്കാം. You are mocked every day. എല്ലാ ദിവസവും മറ്റുള്ളവരാൽ You പരിഹസിക്കപ്പെട്ടേക്കാം. are questioned every day. ഓരോ ദിവസവും മറ്റുള്ളവർ നിങ്ങളെ ചോദ്യം ചെയ്ത് കാണും. You are scorned by every day. എല്ലാവരും നിങ്ങളെ പരിഹസിച്ച് They കളിയാക്കിയിരിക്കാം. are paining you every day. എല്ലാവരും നിങ്ങളെ വേദനിപ്പിച്ചേക്കാം. But this morning the Spirit of God says, എന്നാൽ പൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നത്, be like Hannah. ഹന്നയെ പോലെ ആയിരിക്കുക. Be നിങ്ങൾ strong. ബലമുള്ളവരായി Be ശക്തിപ്പെടുക. strong in your faith. വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു നിൽക്കുക. And the next time came that they have to go to the house of the Lord. ദൈവത്തിന്റെ ആലയത്തിലേക്ക് ശിലോമിൽ പോകേണ്ട ദിവസം വന്നപ്പോൾ She decided to go there അവളും പോകുവാനായി തീരുമാനിച്ചു. with her unanswered prayer. ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനയുമായി അവൾ വീണ്ടും What with a ചെന്നു. great faith. വളരെ വലിയ വിശ്വാസത്തോടെ, With a great faith and great courage. വളരെ വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടെ അവൾ She ചെന്നു. went again to the house of the Lord. വീണ്ടും അവൾ ദൈവത്തിന്റെ ആലയത്തിലേക്ക് This ചെന്നു. morning the Spirit of God says, കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, if you are like Hannah, a persisting Hannah, God is going to answer your prayer. ഈ ഹന്നയെ പോലെ നിങ്ങൾ തുടർന്നും വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുന്നുവെങ്കിൽ ദൈവം തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി If തരും. you are going to be persistent like Hannah to go into the house of the Lord, God is going to honor your face. ഇപ്പോൾ നിങ്ങൾ ധൈര്യത്തോടുകൂടെ അല്ലെങ്കിൽ വിശ്വാസത്തോടുകൂടെ ദൈവത്തിന്റെ ആലയത്തിൽ പോകുവാൻ ഉറപ്പുള്ളവരായി നിർബന്ധമുള്ളവരായി ഇരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. Irrespective of all the criticisms from Penina and her children, പെനീനയും പെനീനയുടെ കുട്ടികളും ചെയ്യുന്ന എല്ലാ പരിഹാസങ്ങൾക്കും കളിയാക്കളുടെ മധ്യേയും she got ready to go to the house of the Lord. ദൈവത്തിന്റെ ആലയത്തിൽ പോകുവാനായി ഇതാ ഹന്ന But ഒരുങ്ങുകയാണ്. before going her, she heard something. അവൾ ആലയത്തിൽ പോകുവാൻ തുടങ്ങിയപ്പോൾ ഇതാ ഒരു ശബ്ദം അവൾ കേൾക്കുന്നു. Eli has become blind now. ഏലി പുരോഹിതൻ ഇപ്പോൾ കണ്ണു കാണാത്തവനായി His മാറിയിരിക്കുന്നു. sons are not walking in the ways of their father. പിതാവിന്റെ വഴിയിൽ ദൈവത്തിന്റെ വഴിയിൽ എലിയുടെ പുത്രന്മാർ നടക്കുന്നില്ല എന്ന വിവരവും വിളറിഞ്ഞിരുന്നു. The sons of the priests are not walking in accordance with the pleasing to God. പുരോഹിതന്റെ മക്കൾ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുന്നില്ല എന്നുള്ളത് ഹന്ന അറിഞ്ഞു. And people might have asked Hannah, ഒരുപക്ഷെ മറ്റുള്ളവർ ഹന്നയോട് ചോദിച്ചു കാണും, even the children of the priests are not following the ways of the Lord, then why should you go and waste your time? പുരോഹിതന്റെ മക്കൾ പോലും ദൈവ വഴിയിൽ നടക്കുന്നില്ല, എന്നിട്ട് എന്തിനാണ് ആ ആലയത്തിൽ പോയി നീ പ്രാർത്ഥിക്കുന്നതെന്ന്. You went all these years and you got nothing, then why should you go again? ഇതുവരെയും പ്രാർത്ഥിച്ചിട്ട് നിനക്ക് ഒന്നും ലഭിച്ചില്ലല്ലോ, എന്നിട്ട് നീ എന്തേ ദേവാലയത്തിൽ പോകുന്നു? She has an answer to them. അവരോട് പറവാൻ അവൾക്കൊരു ഉത്തരമുണ്ട്. I am going to the house of the Lord not to see
the pastor nor his children. ഞാൻ ആ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെല്ലുന്നത് പുരോഹിതനെയോ പുരോഹിതന്റെ മക്കളെയോ കാണുവാനല്ല. I'm not going there not to see Eli or his children. ഏലി പുരോഹിതനെയോ അവന്റെ മക്കളെയോ ചെന്ന് കാണുവാനല്ല ഞാൻ ദൈവത്തിന്റെ I'm ആലയത്തിലേക്ക് going to the house പോകുന്നത്. of the Lord to pour out my heart to him. എന്റെ ഹൃദയം പകരുവാനായാണ് ഞാൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെല്ലുന്നത്. I'm going there to worship my living God. എന്റെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനാണ് ഞാൻ I'm പോകുന്നത്. going there to meet him. അവനെ കാണുവാനാണ് ഞാൻ ചെല്ലുന്നത്. I don't care whether anybody will come with me. മറ്റാരെങ്കിലും എന്നോട് കൂടെ വരുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കാര്യമേ I അല്ല. don't care whether anybody will hear my voice. എന്റെ ശബ്ദം മറ്റുള്ളവർ കേൾക്കുമോ ഇല്ലയോ എനിക്കത് കാര്യമേ I അല്ല. am going to meet him this time. ഈ പ്രാവശ്യം ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ ചെന്ന് ദൈവത്തെ കാണും. I am going to pour out my heart to him. എന്റെ ഹൃദയം ദൈവസ്ഥാനിൽ ഞാൻ പകരും. I am going to communicate with God. ദൈവവുമായി ഞാൻ സംസർഗം കൊള്ളും. I don't want anybody to hear my voice. എന്റെ ശബ്ദം ആരും കേൾക്കേണ്ട I ആവശ്യമില്ല. don't want anybody to listen my voice. എന്റെ ശബ്ദമോ എന്റെ വാക്കുകളോ ആരും കേൾക്കേണ്ട I ആവശ്യമില്ല. am going to pray in silence. ഞാൻ നിശബ്ദതയിൽ ദൈവത്തോട് I am പ്രാർത്ഥിക്കും. going to pour out my heart to God. എന്റെ ഹൃദയം ദൈവസ്ഥാനിൽ ഞാൻ പകരും. She went out of the home with a determination. ഉറപ്പോടുകൂടെ ഇതാ അവൾ ഭവനം വിട്ടു She പോവുകയാണ്. shut her ears against the criticism shots she heard. അവൾ ചുറ്റുപാട് കേട്ടതായ എല്ലാ പരിഹാസങ്ങൾക്കും തന്റെ ചെവി പൊത്തിക്കളഞ്ഞു. She shut her ears against what people say about Eli. ഏലിയെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കാര്യത്തിൽ അവൾ ചെവി പൊത്തിക്കളഞ്ഞു. She shut her ears what she heard about the sons of Eli. ഏലി പുരോഹിതന്റെ മക്കളെ കുറിച്ച് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾക്ക് അവൾ ചെവി പൊത്തിക്കളഞ്ഞു. She focused her heart on God. അവളുടെ ഹൃദയം ദൈവത്തിൽ മാത്രമേ She focused her ഏകാഗ്രതയാക്കി. mind on Jesus, on God. അവളുടെ മനസ്സ് ദൈവത്തിൽ മാത്രമേ She ഏകാഗ്രമാക്കി. went to the temple of God. ദൈവത്തിന്റെ ആലയത്തിലേക്ക് അവൾ ചെന്നു. And she did a wonderful prayer. അവിടെ ചെന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥന അവൾ പ്രാർത്ഥിച്ചു. A unique prayer. ഒരു വിശേഷതയേറിയ പ്രാർത്ഥന. A prayer that she has never done before. ഇതിനു മുൻപേ ഒരിക്കലും അവൾ പ്രാർത്ഥിക്കാത്ത ഒരു It is പ്രാർത്ഥന. true that she had been in the same house before many times. ഈ ദൈവത്തിന്റെ ആലയത്തിൽ തന്നെ അനേക വർഷങ്ങൾ അനേക പ്രാവശ്യം അവൾ കടന്നു വന്നുള്ളത് സത്യം. She was there with her husband before. അതിനു മുൻപേ തന്റെ ഭർത്താവിനോട് കൂടെ അവൾ കടന്നു She was വന്നിട്ടുണ്ട്. there with Penina and her children before. ഇതിനു മുൻപേ പെനിനെയും കുട്ടികളുമായിട്ട് അവൾ കടന്നു But on വന്നിട്ടുണ്ട്. that day she went all alone. എന്നാൽ ആ ദിവസം അവൾ ഏകയായി ചെന്നു. She's not going with the pressures of anybody. മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ടല്ല അവൾ ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോയത്. Nobody is forcing her to go to the house at that time. ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകാൻ ആരും അവളെ നിർബന്ധിച്ചില്ല. She looked for a time that she can all alone in the presence of God. ദൈവസന്നിധിയിൽ ഏകയായിരിക്കാനുള്ള ഒരു അവസരം അവൾ നോക്കിക്കൊണ്ടിരുന്നു. She looked for that opportunity. ആ അവസരത്തിനായി അവൾ കാത്തിരുന്നു. She went to the house of the Lord all alone. ദൈവത്തിന്റെ ആലയത്തിൽ ഏകയായി ചെന്നു. She separated herself from her family. തന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വേർതിരിച്ചു. She separated herself from her husband. തന്റെ ഭർത്താവിൽ തന്നെ വേർതിരിച്ചു. She separated herself from her persecutors. അവളുടെ പ്രതിയോഗിയിൽ നിന്നും അവൾ തന്നെ വേർതിരിച്ചു. She was all alone in the house of the Lord. അവൾ ഏകയായി ദൈവത്തിന്റെ ആലയത്തിൽ നിൽക്കുകയാണ്. She doesn't want anybody to hear what she prays. അവൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വാചകങ്ങൾ ആരും കേൾക്കണമെന്ന് അവൾക്ക് താല്പര്യവുമില്ല. That prayer was an unusual prayer. അതൊരു അസാധാരണമായ പ്രാർത്ഥനയായിരുന്നു. From casual prayer life, she moved one step forward and it became an unusual prayer. സാധാരണ ഒരു പ്രാർത്ഥനാ നിലവാരത്തിൽ നിന്ന് അവൾ അസാധാരണമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിലവാരത്തിലേക്ക് She ഉയർന്നു. had been in this temple before many times. അനേക പ്രാവശ്യം ഈ ആലയത്തിൽ അവൾ ഇതിനു മുൻപേ കടന്നു Had വന്നിട്ടുണ്ട്. been over there many times. അനേക പ്രാവശ്യം അവൾ കടന്നു That വന്നിട്ടുണ്ട്. was a casual time. അതൊരു സാധാരണ That നേരമായിരുന്നു. was a family worship time. അത് കുടുംബമായി വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. But this time, എന്നാൽ ഈ പ്രാവശ്യം from the casual, she moved to the unusual. സാധാരണമായ ഒരു പ്രാർത്ഥനയിൽ നിന്ന് ഒരു അസാധാരണമായ പ്രാർത്ഥനാ സമയമായി അവൾ അത് മാറ്റി. She made that time very important for her. അവളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു This സമയമാക്കി. was not a prayer as she used to do in the past. കഴിഞ്ഞ കാലങ്ങളിൽ അവൾ ചെയ്തിരുന്ന പ്രാർത്ഥന പോലെയുള്ള പ്രാർത്ഥനയല്ല അത്. Why this prayer was unusual? എന്തുകൊണ്ട് ഈ പ്രാർത്ഥന Why അസാധാരണമായിരുന്നു? this prayer is unique? എന്തുകൊണ്ട് ഇത് പ്രത്യേക വിശേഷതയേറിയ Because this is പ്രാർത്ഥനയായിരുന്നു? not a casual prayer time. കാരണം ഇത് സാധാരണ പ്രാർത്ഥനാ സമയമല്ല. Because most of the time people has come there and did their sacrifices and started going back home. അനേകരും കടന്നു വന്ന് യാഗങ്ങൾ അർപ്പിച്ച് മടങ്ങി ഭവനത്തിലേക്ക് എത്തേണ്ട The സമയമായിരിക്കുന്നു. regular prayer time is over in the temple. ദൈവത്തിന്റെ ആലയത്തിൽ സാധാരണ പ്രാർത്ഥനാ സമയം കഴിഞ്ഞിരിക്കുന്നു. Everybody has gone from there.
എല്ലാവരും അവിടെ നിന്ന് പോയി This കഴിഞ്ഞിരിക്കുന്നു. is not usual to somebody come over there at that time. ആ സമയത്ത് സാധാരണമായി ആരും വന്ന് പ്രാർത്ഥിക്കുന്ന സമയമല്ല. Now the priest is sitting at the doorpost of the house of the Lord. ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽക്കൽ ഇതാ പുരോഹിതൻ ഇരിക്കുന്നു. Because everybody is over now. എല്ലാവരും പ്രാർത്ഥിച്ചു കടന്നുപോയി The time കഴിഞ്ഞു. of worship is over. ആരാധന സമയം കഴിഞ്ഞു. The time of prayer is over. പ്രാർത്ഥനാ സമയം കഴിഞ്ഞു. At an unusual time, here comes a woman over here. ഇതാ സാധാരണമായ ഒരു സമയത്ത് ഇതാ ഒരു സഹോദരി കടന്നു വരുന്നു. With a burning heart. നീറുന്ന With a ഹൃദയവുമായി, bruised heart. നുറുങ്ങിയ ഒരു മുറിവേറ്റ With a ഹൃദയവുമായി, broken heart. തകർന്ന At ഹൃദയവുമായി, an unusual time. ഒരു അസാധാരണമായ For സമയത്ത്, an unusual prayer. അസാധാരണമായ ഒരു You know why പ്രാർത്ഥനയ്ക്കായി. this prayer is very important? എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന വളരെ പ്രാധാന്യം You എന്നറിയാമോ? know why this prayer is unusual prayer? എന്തുകൊണ്ട് ഈ പ്രാർത്ഥന അസാധാരണമായ പ്രാർത്ഥന? This prayer was offered at an unusual time. അസാധാരണമായ ഒരു സമയത്ത് അർപ്പിക്കപ്പെട്ട പ്രാർത്ഥന. This is not the prayer time in the history of the Israel. ഇസ്രായേൽ ജനത്തിന്റെ പ്രാർത്ഥനാ സമയങ്ങൾപ്പെട്ട സമയമല്ലായിരുന്നു ഇത്. Everybody has gone back to their homes. എല്ലാവരും അവരുടെ ഭവനങ്ങളിലേക്ക് But മടങ്ങി she is ചെന്നു. all alone over here. എന്നാൽ അവൾ ഏകയായ ദൈവത്തിന്റെ ആലയത്തിൽ Dear നിൽക്കുന്നു. brothers and dear sisters, let me tell you something this morning. ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയ സഹോദര സഹോദരി, If you have an unusual prayer time, unusual things will happen in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അസാധാരണമായ പ്രാർത്ഥനാ സമയമുണ്ട് എങ്കിൽ അസാധാരണമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ If സംഭവിക്കുക you തന്നെ can find ചെയ്യും. out an unusual time when everybody sleeps, if you can wake up and pray, there is an answer for your prayer. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നീ എഴുന്നേറ്റ് നിന്ന് അസാധാരണമായ ഒരു സമയത്ത് നീ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം തീർച്ചയായും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി It തരും. was an unusual time that she prayed. അസാധാരണമായ സമയത്ത് അവൾ പ്രാർത്ഥിക്കുകയാണ്. And this was not an ordinary type of prayer. സാധാരണഗതിയിലുള്ള പ്രാർത്ഥനയായിരുന്നില്ല. That came from a heart of bitterness of soul and a broken heart. തകർന്നിരിക്കുന്ന നുറുങ്ങിയിരിക്കുന്ന കൈപ്പേറിയ മനസ്സിൽ നിന്ന് കടന്നു വന്ന ഒരു പ്രാർത്ഥനയായിരുന്നു അത്. Why this prayer is different from the prayers that she offered in the other times? മറ്റു സമയങ്ങളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നിന്ന് എന്തുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസം? This prayer came out from the bitterness of soul or a broken heart. അവളുടെ ആത്മാവിന്റെ വേദനയിൽ നിന്ന് കൈപ്പിൽ നിന്ന് പുറത്തു വന്ന പ്രാർത്ഥനയാണ്. She said, Lord, remember me. കർത്താവേ നീ എന്നെ ഓർക്കണമേ. I cannot live like this anymore. എനിക്ക് ഈ സങ്കടത്തിൽ ഇനി ജീവിപ്പാൻ കഴിയില്ല. It's enough for me. എനിക്ക് മതിയാകുന്നു കർത്താവേ. Madi Yehovah, I cannot move like this. എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. It was not much words over there. വളരെ വലിയ വാക്കുകളൊന്നും അവിടെയില്ല. There is not fancy words over there. മനോഹരമായ ഭംഗിയുള്ള വാക്കുകളൊന്നും അവിടെ കാണാനില്ല. It is a wordless prayer. വാക്കുകളില്ലാത്ത നിശബ്ദമായ ഒരു പ്രാർത്ഥനയായിരുന്നു. Prayer that came from the bitterness of soul and the broken heart. തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് കടന്നു വന്ന ഒരു പ്രാർത്ഥന. And thirdly, this prayer is unique because she knew that only God can settle this issue. ഇത് ഒരു വിശേഷതയേറിയ പ്രാർത്ഥനയാണ്. കാരണം അവൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു ദൈവത്തിന് മാത്രമേ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ കഴിയുകയുള്ളൂ. Till then she was quarreling with her husband. അതുവരെ അവൾ ഭർത്താവിനോട് വഴക്ക് കൂടുകയാണ്. She blamed him, because of you I am not having any children. അവൾ അവനോട് പറയുകയാണ് നീ കാരണമാണ് എനിക്ക് കുട്ടികളില്ല എന്ന്. Because of you I am not having my blessing. എന്റെ അനുഗ്രഹങ്ങൾ എന്റെ ജീവിതത്തിൽ ഇല്ലാത്തത് നീ കാരണമാണെന്ന്. It is only because of you I don't have any blessing. It is only your blame. നിന്റെ കുറ്റമാണ് എന്ന് അവൾ ഭർത്താവിനെ പറയുകയാണ്. But one day she came to a realization. എന്നാൽ ഒരു ദിവസം അവൾക്കൊരു തിരിച്ചറിവുണ്ടായി. God has to remember me. എന്നെ എന്റെ ദൈവം ഓർക്കണമെന്ന് അവൾ മനസ്സിലാക്കി. God has to remember me. എന്റെ ദൈവം എന്നെ ഓർക്കണം. God has to bless me. ദൈവം എന്നെ അനുഗ്രഹിക്കണം. When that realization came to her, ആ തിരിച്ചറിവ് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ she renewed her mind. അവളുടെ മനസ്സ് പുതുക്കി. She remembered whom God remembered. ദൈവം ഓർത്തവരെ കുറിച്ച് അവൾ ഓർക്കുവാനിടയായി. She remembered about Sarah whom God remembered. ദൈവം ഓർത്ത സാറയെ കുറിച്ച് അവൾക്ക് ഓർമ്മ വന്നു. She remembered Rachel whom God remembered. റാഹേലിനെ കുറിച്ച് അവൾക്ക് ഓർമ്മ വന്നു. She remembered whom God remembered. ദൈവം ഓർത്ത വ്യക്തികളെ കുറിച്ച് അവൾക്ക് ഓർമ്മ വന്നു. That's what Bible says. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് God remembered Sarah. സാറയെ ദൈവം ഓർത്തു എന്ന്. God remembered Rachel. റാഹേലിനെ ദൈവം ഓർത്തു. Now she knew something. ഇപ്പോൾ അവൾക്കൊരു കാര്യം അറിയാം. If God can remember those people, ആ വ്യക്തികളെയൊക്കെയും ദൈവത്തിന് ഓർക്കുവാൻ കഴിയുമെങ്കിൽ only God can change my position and situation. എന്റെ സാഹചര്യത്തെ എന്റെ ദൈവത്തിന് മാത്രമേ മാറ്റുവാൻ Only കഴിയൂ. God can deal with my issue.
എന്റെ പ്രശ്നത്തിന് പരിഹാരം എന്റെ ദൈവത്തിന് മാത്രമേ There is കഴിയുകയുള്ളൂ. no meaning in complaining other people. മറ്റുള്ളവരെ വഴി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നവർക്ക് There is മനസ്സിലായി. no use in quarreling with any human beings. മനുഷ്യരോട് വഴക്കാടിയിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. Her prayer was changed. അവളുടെ പ്രാർത്ഥനയ്ക്ക് മാറ്റം വന്നു. That prayer came from her broken heart. അവളുടെ തകർന്ന മനസ്സിന്റെ ആഴത്തിൽ നിന്ന്, നുറുങ്ങിയ മനസ്സിൽ നിന്ന് ആ പ്രാർത്ഥന പുറത്തു വന്നു. Only her heart was broken. അവളുടെ ഹൃദയം മാത്രമേ തകർന്നുള്ളൂ, വിശ്വാസം ബലപ്പെട്ടു. You know, her heart was broken, but she became strong in her faith. അവളുടെ ഹൃദയം തകർന്നു എങ്കിലും അവൾ വിശ്വാസത്തിൽ തകർന്നില്ല, ശക്തിപ്പെട്ടു. She knew that God will remember me. എന്നെ എന്റെ ദൈവം ഓർക്കുമെന്ന് അവൾ God ഉറപ്പായി. can change my situation. എന്റെ സാഹചര്യത്തെ എന്റെ ദൈവത്തിന് മാറ്റുവാൻ കഴിയും. Why this prayer is unique? എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന പ്രത്യേകതയേറിയത്? It came out of faith. വിശ്വാസത്തിൽ നിന്ന് വന്ന പ്രാർത്ഥനയാണത്. Her focus was changed from Elkanah to God. അവളുടെ ശ്രദ്ധ അവളുടെ ഭർത്താവായ എൽക്കാനയിൽ നിന്ന് മാറിയിട്ട് ദൈവത്തിലായി. You know, her focus was changed from human to God. മനുഷ്യരുടെ ആശ്രയം വിട്ടിട്ട് അവൾ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തുടങ്ങി. And her prayer became a wordless prayer. അവളുടെ പ്രാർത്ഥന വാക്കുകൾ കൂടാത്ത പ്രാർത്ഥനയായി. She knew God can read my mind. എന്റെ മനസ്സിനെ എന്റെ ദൈവത്തിന് വായിക്കുവാൻ കഴിയുമെന്ന് അവൾ ഉറപ്പായി. It was a heart to heart communication. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. Why this prayer is unique? എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന വിശേഷതയേറിയത്? It was a heart to heart communication. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകരുന്ന ഒരു Not പ്രാർത്ഥനയായിരുന്നു. from mouth to mouth, from heart to heart. വായിൽ നിന്ന് വായിലേക്കല്ല, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്. Her faith raised up to the level of God. അവളുടെ വിശ്വാസം ദൈവത്തിന്റെ അളവിലേക്ക് ഉയരുവാൻ And തുടങ്ങി. touched the heart of God. ദൈവത്തിന്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു Touched the പ്രാർത്ഥനയായിരുന്നു. hand of God. ദൈവത്തിന്റെ കരങ്ങളെ ചലിപ്പിക്കുന്ന Touched the mind പ്രാർത്ഥനയായിരുന്നു. of God. ദൈവത്തിന്റെ മനസ്സിനെ മാറ്റുന്ന And the Bible പ്രാർത്ഥനയായിരുന്നു. says, ദൈവത്തിന്റെ വചനം പറയുന്നു, God remembered Hannah. ഹന്നയെ ദൈവം ഓർത്തു. God remembered Hannah. ഹന്നയെ ദൈവം ഓർത്തു. And she made a covenant with God. അവൾ ദൈവവുമായി ഒരു നേർച്ച നേർന്നു. She made a vow with God. ദൈവവുമായി ഒരു നേർച്ച നേർന്നു. What does it mean? അതിന്റെ അർത്ഥം എന്ത്? She was willing to pay a price for her faith. തന്റെ വിശ്വാസത്തിന് വേണ്ടി ഒരു വില കൊടുക്കുവാൻ അവൾക്ക് She മനസ്സായി. was willing to pay a price for her prayer. തന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു വില കൊടുക്കുവാൻ അവൾക്ക് She മനസ്സായി. said like this, അവൾ ഇങ്ങനെ പറഞ്ഞു, if you will give me a child, അങ്ങ് എനിക്കൊരു പൈതലിനെ പുരുഷ സന്താനത്തെ നൽകുകയും he will be dedicated to the Lord. അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കുമെന്ന് അവൾ A പറഞ്ഞു. price was given to her faith and prayer. അവളുടെ വിശ്വാസത്തിനും പ്രാർത്ഥനയ്ക്കും അവൾ ഒരു വില കൊടുക്കുവാൻ മനസ്സായി. You know why her prayer is answered? എന്തുകൊണ്ടാണ് അവൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചതെന്ന് അറിയാമോ? It was an unusual prayer. അസാധാരണമായ ഒരു It പ്രാർത്ഥനയായിരുന്നു. was an unusual prayer. അസാധാരണമായ ഒരു A പ്രാർത്ഥനയായിരുന്നു. wordless prayer. വാക്കുകൾ കൂടാത്ത ഒരു പ്രാർത്ഥനയായിരുന്നു. You know, a prayer that you cannot put any price for her prayers. അവളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വിലയും കൽപ്പിക്കുവാൻ കഴിയുകയില്ല. It was a prayer in great faith and confidence in God. ദൈവത്തിലുള്ള വളരെ വലിയ വിശ്വാസത്തിലും ഉറപ്പിലുമുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. She knew that God is going to move for her. തനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. She knew that God can do it. ദൈവത്തിന് ചെയ്യുവാൻ കഴിയുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. That unusual prayer opened a series of blessings in her life. അങ്ങനെയുള്ള സാധാരണമായ പ്രാർത്ഥന അവളുടെ ജീവിതത്തിൽ വളരെ തുടർമാനമായുള്ള അനുഗ്രഹങ്ങളെ കൊണ്ടുവന്നു. That unusual prayer opened the door for miracles for her. അവളുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥന, ആ സാധാരണമായ പ്രാർത്ഥന അത്ഭുതങ്ങൾക്ക് വഴി തുറന്നു. Opened a door for miracles. അത്ഭുതങ്ങൾക്ക് അത് വഴി തുറന്നു. Opened a door for miracles. അത്ഭുതങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു. God blessed her one after another. ഒന്നിനു പുറകെ ഒന്നായി അവൾ അനുഗ്രഹിക്കപ്പെട്ടു. Bible says വേദപുസ്തകം പറയുന്നു, Hannah received 6 children. അവൾക്ക് 6 കുട്ടികൾ ഉണ്ടായി. You know, one prayer in faith. വിശ്വാസത്തോടു കൂടിയ ഒരു പ്രാർത്ഥന, One prayer, one unusual prayer. അസാധാരണമായ ഒരു പ്രാർത്ഥന, One prayer with unusual price. അസാധാരണമായി വില കൊടുക്കുവാൻ മനസ്സോടുകൂടിയ ഒരു പ്രാർത്ഥന Open the doors of God's abundant blessings in her. അവളുടെ ജീവിതത്തിൽ അനവധിയായ അനുഗ്രഹങ്ങളെ നൽകുവാൻ വഴി തുറക്കുവാനിടയായി. This morning, dear brother and dear sister, അതുകൊണ്ട് ഇന്ന് പൽക്കാലം പ്രിയ സഹോദര സഹോദരി, pray like Hannah prayed. ഹന്ന പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുക. An unusual prayer. അസാധാരണമായ ഒരു പ്രാർത്ഥന, An unusual prayer. അസാധാരണമായ ഒരു പ്രാർത്ഥന That will open the windows of heaven so that blessings can pour out
into your bosom. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കപ്പെടുവാൻ അത് കാരണമായി മുഖാന്തരമായി തീരും. She prayed for only one son. ഒരു മകന് വേണ്ടിയാണ് അവൾ പ്രാർത്ഥിച്ചത്. With a broken heart. തകർന്ന മനസ്സോടുകൂടെ അവൾ പ്രാർത്ഥിച്ചു. With a bruised heart. നുറുങ്ങിയ വ്രണപ്പെട്ട മുറിവേറ്റ ഹൃദയവുമായി. With a bitter soul. കൈപ്പായി സങ്കടം നിറഞ്ഞ മനോവ്യസനത്തോടുള്ള പ്രാർത്ഥന. That opened the door. അവൾക്ക് വേണ്ടി പുതിയ വഴികളെ അത് തുറന്നു. Doors of blessings. അനുഗ്രഹത്തിന്റെ വാതിലുകളെ തുറന്നു. Doors of blessings. അനുഗ്രഹത്തിന്റെ വാതിലുകൾ. One prayer in the house of God. ദൈവത്തിന്റെ ആലയത്തിലുള്ള ഒരു പ്രാർത്ഥന. With a broken heart. തകർന്ന ഹൃദയമായുള്ള ഒരു പ്രാർത്ഥന. With a bruised mind. നുറുങ്ങിയ വ്രണപ്പെട്ട ഹൃദയത്തിന്റെ പ്രാർത്ഥന. God hears that. ദൈവം അത് കേൾക്കുന്നു. Bible says. വേദപുസ്തകം പറയുന്നു God answers the prayers of the broken heart. തകർന്ന നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തിലുള്ള പ്രാർത്ഥനയെ എൻ്റെ ദൈവം കേൾക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. He hears the prayers of the broken people. തകർന്ന മനസ്സുള്ളവരുടെ പ്രാർത്ഥനയെ ദൈവം കേൾക്കുന്നു. He doesn't care what religion you belong. നീ ഏത് മതത്തിലുള്ള വ്യക്തിയാണെന്ന് ദൈവം നോക്കുന്നില്ല. He doesn't care what social status you have. നിന്റെ സാമൂഹിക നിലവാരം എന്തെന്ന് ദൈവം നോക്കുന്നില്ല. He doesn't care what type of family you belong. നീ ഏത് കുടുംബത്തിൽപ്പെട്ടവനെന്ന് ദൈവം നോക്കുന്നില്ല. He doesn't care whether you are approved by other people or not. മറ്റുള്ളവരാൽ നീ അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണോ അല്ലയോ എന്ന് ദൈവം നോക്കുന്നില്ല. When you come into the house of God. എന്നാൽ നീ ദൈവത്തിന്റെ ആലയത്തിലേക്ക് വരുമ്പോൾ, when you come to the presence of God, ദൈവസന്നിധിയിലേക്ക് നീ കടന്നു വരുമ്പോൾ, not to show anybody, ആരെയും ഒന്നും കാണിപ്പാൻ വേണ്ടിയല്ല, not to be noticed by anybody, ആരാലും ശ്രദ്ധിക്കപ്പെടുവാൻ വേണ്ടിയല്ല, with a bruised and broken heart, തകർന്നു നുറുങ്ങിയ ഹൃദയവുമായി നീ കടന്നു വരുമ്പോൾ, when you come to the house of the Lord, ദൈവത്തിന്റെ ആലയത്തിൽ നീ അങ്ങനെ നീ കടന്നു വരുമ്പോൾ, maybe you may not know how to pray to God, ഒരുപക്ഷേ നിനക്ക് ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയില്ലായിരിക്കാം. maybe you may not know what language you have to use, എന്ത് വാക്കുകൾ എന്ത് ഭാഷ ഉപയോഗിക്കണമെന്ന് ഒരുപക്ഷേ നിനക്ക് അറിയില്ലായിരിക്കും. maybe you may not know what flowery words you have to use, എത്ര നല്ല വാക്കുകളാണ് നീ പറയേണ്ടത് എന്ന് ഒരുപക്ഷേ നിനക്ക് അറിയില്ലായിരിക്കും. maybe you may not know the protocol of prayer, പ്രാർത്ഥനാ രീതി ഒരുപക്ഷേ നിനക്ക് അറിയില്ലായിരിക്കും. but when you come into the presence of God, എന്നാൽ ദൈവസന്നിധിയിലേക്ക് നീ കടന്നു വരുമ്പോൾ, with a broken heart, തകർന്ന ഹൃദയവുമായി, with no words on your lips, നിനക്ക് വാക്കുകൾ വായിലില്ലാതെ, but the heart is filled with the brokenness and the words, എന്നാൽ ഹൃദയമോ തകർന്നു നുറുങ്ങിയും വാക്കുകളാൽ നിറഞ്ഞു തുളുമ്പുമ്പോൾ, words are inadequate to express the feelings and the pain of your heart. നിന്റെ ഹൃദയത്തിന്റെ വേദനയെ വെളിപ്പെടുത്തുവാൻ വാക്കുകൾക്ക് പോരായ്മ വരുമ്പോൾ, You don't care who looks at you. ആരെന്നെ നോക്കുന്നു എന്നുള്ളത് ഞാൻ You കാര്യമാക്കാതെ, don't care whether there is any pastor, whether the pastor's kids are walking in God's way. ദൈവത്തിന്റെ വഴിയിൽ പുരോഹിതനും മക്കളും ജീവിക്കുന്നോ ഇല്ലയോ എന്നല്ല നിന്റെ You നോട്ടം. don't care all those things. അതൊന്നും അല്ല നിന്റെ ശ്രദ്ധ. You are going to the house of the Lord നീ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെല്ലുന്നു, to pour out your heart to God. ദൈവത്തോട് നിന്റെ ഹൃദയം പകരുവാൻ. And she prayed a silent prayer, അവൾ നിശബ്ദമായ ഒരു പ്രാർത്ഥന a പ്രാർത്ഥിച്ചു. unique prayer, ഒരു പ്രത്യേകത വിശേഷതയേറിയ പ്രാർത്ഥന, a great prayer. ഒരു വലിയ പ്രാർത്ഥന. And the അതിന്റെ ഉത്തരം was unique. അതിന്റെ ഉത്തരവും അസാധാരണമായിരുന്നു, വിശേഷതയേറിയതായിരുന്നു, Supernatural. ദൈവികമായിരുന്നു. Supernatural. ദൈവികമായിരുന്നു. Nobody can stop it. ആർക്കും അത് തടയുവാൻ കഴിയുന്നതല്ല. She asked for one. ഒന്നിനു വേണ്ടി അവൾ ചോദിച്ചു, She received 6. അവൾക്ക് 6 ലഭിച്ചു. She asked for one. ഒന്നിനു വേണ്ടി അവൾ ചോദിച്ചു. I don't think she went for the next child. She went to the house of the Lord. അടുത്ത പൈതലിന് വേണ്ടി അവൾ ദൈവത്തിന്റെ ആലയത്തിൽ പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല. When God opens the doors, ദൈവം വാതിലുകൾ തുറക്കുമ്പോൾ, it's doors of abundance. അത് ധാരാളമായി നൽകപ്പെടും. Doors of abundance. ധാരാളമായുള്ള More than what you can contain. നിനക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിലും അധികമായി, More than what you can contain. നിനക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിലും അധികമായി, Because you paid a price. കാരണം നീ ഒരു വില അതിനു വേണ്ടി You കൊടുത്തിട്ടുണ്ട്. suffered a lot. നീ കഷ്ടപ്പെട്ടിട്ടുണ്ട്. You are broken so much. നീ വളരെ തകരപ്പെട്ടിരിക്കുന്നു. You have been scorned by your own family. നിന്റെ കുടുംബക്കാർ തന്നെ നിന്നെ വഴക്ക് പറഞ്ഞിരിക്കുന്നു. And God honors those things. അതൊക്കെയും എന്റെ ദൈവം അറിയുന്നു, മാനിക്കുന്നു. God is going to reward you. ദൈവം നിനക്ക് പ്രതിഫലം നൽകി തരും. Time is not too late. സമയം അതിക്രമിച്ചിട്ടില്ല. Don't quit your faith. നിന്റെ വിശ്വാസത്തെ നീ വിട്ടുകൊടുക്കരുത്. Don't leave your faith. വിശ്വാസത്തെ വിട്ടുപോകരുത്. Move a little bit closer. ഒന്നുകൂടെ ദൈവത്തോട് അടുക്കുക. Move a little bit closer. ഒന്നുകൂടെ ദൈവത്തോട് അടുക്കുക. Uncommon prayer.
അസാധാരണമായ പ്രാർത്ഥന, uncommon prayer, അസാധാരണമായ പ്രാർത്ഥന, wordless prayer, വാക്കുകൾ കൂടാത്ത പ്രാർത്ഥന, a prayer from broken heart, തകർന്ന മനസ്സിൽ നിന്നുള്ള പ്രാർത്ഥന, with a great faith, വളരെ വലിയ വിശ്വാസത്തോടു with a കൂടിയുള്ള great പ്രാർത്ഥന, understanding and revelation വെളിപ്പാടുള്ള അല്ലെങ്കിൽ തിരിച്ചറിവുള്ള ഒരു പ്രാർത്ഥന. that only God can deal this issue. അങ്ങനെയുള്ള കാര്യത്തെ ദൈവത്തിന് മാത്രമേ കൈകാര്യം ചെയ്യുവാൻ കഴിയുള്ളൂ. Only God can deal my issue. എന്റെ പ്രശ്നത്തെ എന്റെ ദൈവത്തിന് മാത്രമേ കൈകാര്യം ചെയ്യുവാൻ കഴിയുള്ളൂ. Dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, do you have an unanswered prayer in your life? നിന്റെ ജീവിതത്തിൽ ഇതുപോലെ ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകൾ ഏതെങ്കിലും ഉണ്ടോ? Though you have prayed a lot, fasted a lot, വളരെയധികം നീ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, you have shared with many people, അനേകരോട് നിന്റെ പ്രാർത്ഥന ആവശ്യം പങ്കുവച്ചു, nothing happened. ഒന്നും ഇതുവരെയും സംഭവിച്ചിട്ടില്ല. If you are living with an unanswered prayer this morning, ഇന്ന് പകൽക്കാലം അങ്ങനെ ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനയുമായി നീ ജീവിക്കുന്നുവെങ്കിൽ, with a broken heart, you can turn to God തകർന്ന മനസ്സോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ ദൈവഭാഗത്തേക്ക് തിരിയുക. and tell Him, അവനോട് പറക, God, കർത്താവേ, remember me. എന്നെ ഓർക്കണമേ.